മൈസൂർ വരുന്നവരും മിസ് ചെയ്യാതെ വരുന്ന ഒരു സ്ഥലമാണ് മൈസൂർ പാലസ്. ആ മൈസൂർ പാലസിന്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ? അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഗേറ്റിന് ഇപ്പുറം വരുമ്പോൾ സൈഡിലായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു അമ്പലമാണ് കേട്ടോ കാണാൻ സാധിക്കുക. നല്ല കളർഫുൾ ആണല്ലേ. എന്താ ഉദ്ദേശിച്ച്? പാലസോ അതോ? പാലസ് തന്നെ, പാലസ്. പറഞ്ഞതുപോലെ ചുറ്റുപാടും നല്ല കളർഫുൾ ആണ്. അതിനിടയിലൂടെ ഞങ്ങൾ പാലസ് ലക്ഷ്യമാക്കി നടന്നു. ഈ ഒരു പാലസിന് അംബവിലാസ് പാലസ് എന്നും ഒരു പേരുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്നത് ഈ മൈസൂർ പാലസിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ പാലസിനകത്തെത്തി. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ എത്തിയ ശേഷമാണ് വീക്കെൻഡ് ആയിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഓർമ്മ വന്നത്. ഇത് ഇവിടുത്തെ രാജാവ് വേട്ടയാടിയ ഒരു ആനയുടെ തല സ്റ്റഫ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇത് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് എല്ലാം ഇതിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ മൈസൂരിന്റെ ഫസ്റ്റ് ബറ്റാലിയൻ. ഇതുപോലെ ഓരോ ആഘോഷങ്ങൾ നടക്കുന്നതും അതുപോലെ തന്നെ യുദ്ധം നടക്കുന്നതും എല്ലാം ആയിട്ടുള്ള ചുമർ ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ നമ്മൾ നേരെ വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിൽ വെച്ചിട്ടാണ് പണ്ട് രാജാക്കന്മാരുടെ കല്യാണങ്ങളൊക്കെ നടന്നിരുന്നത്. ഇവിടുത്തെ ചുമരുകളുടെയും തൂണുകളുടെയും ഒക്കെ കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ ഒരു ഹാളിനെ മനോഹരമാക്കുന്നത്. കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു നടുമുറ്റം ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഈ ഒരു നടുമുറ്റത്തിൽ വെച്ചിട്ട് ഗുസ്തി മത്സരങ്ങളൊക്കെ പണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ജനവാതിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു വിശാലമായ ഹാളിലേക്കാണ്, ദസറ ഹാൾ. അതിനുശേഷം നമ്മൾ ചെന്നെത്തുന്നത് പബ്ലിക് ദർബാർ ഹാളിലേക്കാണ്. പൊതുപരിപാടികളും പൊതു ചടങ്ങുകളൊക്കെ ഈ ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു നടന്നിരുന്നത്. ഇവിടുത്തെ സീലിംഗിലെ പെയിന്റിങ്ങിനൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കണ്ണെടുക്കാതെ നോക്കി നിൽക്കാൻ തോന്നും. അതിനുശേഷം നമ്മൾ എത്തുന്നതാണ് പ്രൈവറ്റ് ദർബാർ ഹാൾ. പൊന്നിൽ കുളിച്ചു നിൽക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണുമ്പോൾ ഫീൽ ആവുക. പാലസിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു. നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും പാലസിനകത്ത് നിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മൈസൂർ പാലസിന്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.